എങ്ങനെയാണ് ഫാദിലിന്റെ പാട്ടിലേക്കുള്ള ഒരു രംഗപ്രവേശനം? ഫസ്റ്റ് ഞാനൊരു പാട്ട് പാടുന്നത് 15,000 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇഫ്ലിന് പോകുന്നത്. ആ സ്വരം തരും വരം ഹൈറാം സെബീലെ പഠിക്കാന്നുള്ളത് തന്നെയാണ് മെയിൻ. ഇതിലിങ്ങനെ തുടങ്ങിയ പിന്നെ നമുക്കത് സ്ട്രഗിൾ ആവില്ലല്ലോ, ശീലമായിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സജഷൻ എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാത്. എങ്ങനെയുണ്ട് മെല്ലിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തല്ലോ? ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട് മൊത്തത്തില്. അബ്ദുള്ള ഫാദിൽ അല്ലേ? ഒരുപാട് വീഡിയോകളിലൊക്കെ നമുക്ക് സുപരിചിതമായിട്ടുള്ള മുഖാണ്. മാപ്പിളപ്പാട്ടിലാണോ ഫെയിം ആയിട്ടുള്ളത്? പാട്ടല്ല, മധുഗാനാണ്. മധുഗാനം കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ? എങ്ങനെയാണ് ഫാദിലിന്റെ പാട്ടിലേക്കുള്ള ഒരു രംഗപ്രവേശനം എങ്ങനെയാണ്? പാട്ട് മദ്രസ പാടിയിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. പിന്നെ ബാക്കിയായിരുന്നു ഒന്നുകൂടി പാട്ടിനോട് ഇൻട്രസ്റ്റ്. ഉപ്പ പാടുന്ന ആളാണോ? പാടുന്ന ആളല്ല, പണ്ടൊക്കെ പാടിയിരുന്ന് കേൾക്കണം. പാട്ടായിട്ട് നല്ല ഇഷ്ടമായിരുന്നു, പാടാൻ നല്ല ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പിന്നെ ഞാൻ ഇന്നെല്ലാ നാട്ടിലും ഇങ്ങനെ കൊണ്ടുപോകും. അവിടുത്തെ നാട്ടിലത്തെ നബിദിനം ഉണ്ടാവുമല്ലോ, അവിടൊക്കെ ഇങ്ങനെ പാടിക്കാനുള്ള ഇങ്ങനെ അവസരം ചോദിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഒരു പ്രോഗ്രാമിന് എന്തോറ്റ പാടുമ്പോൾ അവിടുത്തെ ഒരാൾ കണ്ടിട്ടാണ് ആദ്യം പാടുന്നത്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടിയിട്ടാണ് ശരി. അങ്ങനെയാണ് പാട്ടിലേക്കാണ്. അപ്പോൾ നിങ്ങളൊപ്പയാണ് ഇതിന് ഏറ്റവും വലിയ പ്രചോദനം. അതെ. ഇപ്പോൾ ഏകദേശം എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഒരു പാട്ട്, എത്ര പാട്ട് പാടിയിട്ടുണ്ടാകും? പിന്നെ പാട്ട് ഇങ്ങനെ ഓരോ പാട്ടുകൾ ഇങ്ങനെ നിങ്ങൾ പിന്നെ പ്രസൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പാടുന്ന സമയത്ത് ഉള്ള നിങ്ങളൊരു അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ്? എത്ര പാട്ട് പാടി എന്നുള്ളതിന് കറക്റ്റ് ഒരു കണക്കില്ല. ഈ യൂട്യൂബിൻ്റെ മുന്നേ സാധാ ചില ഭാഗത്തേക്കൊക്കെ ഇപ്പോൾ 10 പാട്ടീച്ചൊക്കെ ചില ടീംസ് വെച്ചിട്ട് കൊടുക്കായിരുന്നു. അപ്പൊ അതൊന്നും യൂട്യൂബിൽ ഉണ്ടാവില്ല. പാട്ട് കുറച്ചൊക്കെ പാടിക്കണം, അത്യാവശ്യം പാടിക്കണം. പിന്നെ മെയിനായിട്ട് ഒരു സ്റ്റുഡിയോ എന്നായിരുന്നു, മൂന്നാക്കിലുള്ള യാറൂൺ സ്റ്റുഡിയോ എന്നായിരുന്നു അധികം പാട്ടും ചെയ്തിരുന്നത്. അപ്പൊ ആ സ്റ്റുഡിയോ തുടങ്ങുന്ന സമയം മുതൽ ഞാൻ പാട്ട് തുടങ്ങുന്നത്. പിന്നെ ഫസ്റ്റ് ആദ്യമായിട്ട് നല്ല ആൾക്കാർ അറിയുന്ന ഒരു പാട്ട് നബി നബിയാണ്. രണ്ടുപേരും പാടാൻ പറ്റുമോ? നബി ആദര കനിമരം ത്വാഹ റസൂലെ ആസ്വരം തരും വരം ഹൈറാം സെബീലെ ആലമിൽ അനുഗ്രഹം നൂറേ കമാലെ അലമുൽ ഹുദാനിധി ലെങ്കും ജമാലെ നബി 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 ഉലകിൽ സലാം സലാം നിലാവേ നബി നബി ഉദവി കലാം കലാം പ്രഭാവേ പ്രഭാമയം കിരണം പ്രപഞ്ച വിധാനം പ്രവാചക പ്രഭുവേ പ്രശോഭനം വിധാനം ആദര കനിമരം ത്വാഹ റസൂലെ ആസ്വരം തരും വരം ഹൈറാം സെബീലെ. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്, അടിപൊളിയായിട്ടുണ്ട്, ഉഷാറാണ്, ജസാക്കല്ലാ. ഇതിലേ ഇപ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങളെ പാട്ട് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടുള്ള ആളുകളുണ്ട്, പാടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള മക്കളോടൊക്കെ എന്ത് സജഷനാണ് ഫാദിലിന് കൊടുക്കാനുള്ളത്? പാട്ട് എന്നെ തുടക്കത്തിലൊന്നും ഇപ്പോൾ എല്ലായിടത്തുനിന്നും സപ്പോർട്ട് ഉണ്ടാവണമെന്നൊന്നുമില്ല. മാക്സിമം പാട്ടൊക്കെ പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ഇങ്ങനെ പാടി പാടി ശീലിച്ചാൽ തന്നെ ഇപ്പോൾ കുറേയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. അന്ന് എന്താ വെച്ചാൽ അന്നിപ്പോ ഒരാള് അറിഞ്ഞു കിട്ടാന്നുള്ളതാണ് ഏറ്റവും വലിയ അവസരങ്ങളൊക്കെ കുറവായിരുന്നു. ഇപ്പൊ ഞാൻ തന്നെ തുടക്കത്തില് ഓരോ നാട്ടിൽ പോയി പാടിയിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് തന്നെയാണ് അവസരം കിട്ടുന്നത്. ഇപ്പൊ ഒരാൾക്ക് ഫോൺ ഉണ്ടെങ്കിൽ തന്നെ കഴിവുള്ളവരൊക്കെ കയറിപ്പോണ്ട് പാടി പോവാന്നുള്ളതിനുള്ളൂ. ഇപ്പോ ഫാദിൽ നിലവിൽ എന്താണ് ചെയ്തത്, എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പാട്ടിന്റെ രംഗത്ത് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതോ എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻ അറിയാനില്ല. ഇപ്പൊ പാട്ട് എന്താ വെച്ചാൽ പാട്ടിനെ ഞാൻ മെയിൻ ആയിട്ട് എടുത്തിട്ടില്ല. പാട്ട് എപ്പോഴും സൈഡാണ്, പഠിക്കാന്നുള്ളത് തന്നെയാണ് മെയിൻ. എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെ നിങ്ങളെ നീറ്റിന്റെ പ്രിപ്പറേഷനും സ്ട്രഗിളിങ്ങും കാര്യങ്ങളൊക്കെ? വളർന്നു വരുന്ന കുട്ടികളൊക്കെ എന്താ വെച്ചാൽ പെട്ടെന്ന് സെറ്റ് ആകണം, റിസ്ക് എടുക്കാതെ കഴിച്ചിലാവണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളാണ് കൂടുതലും, ന്യൂജൻ കുട്ടികളൊക്കെ. അപ്പോൾ അത്തരക്കാരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? റിസ്ക് എടുക്കേണ്ടി വരും, എല്ലാ കാര്യത്തിനും റിസ്ക് എടുക്കേണ്ടി വരും. ഈ കാണുന്ന ഇപ്പോൾ പലർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് സോഷ്യൽ മീഡിയ കുറച്ച് സുഖമാണ്, പെട്ടെന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണെന്നുള്ളതാണ്. അതൊരു 1000-1 അല്ലെങ്കിൽ 1002 എന്നുള്ളൂ. അതിന് പരിശ്രമിക്കുന്ന ബാക്കിയുള്ളവരൊക്കെ ഒന്നും അല്ലാതായി പോകുന്നുണ്ട്. വിദ്യാഭ്യാസം എന്നുള്ളതായിരിക്കും ലാസ്റ്റ് അവസാനം എപ്പോഴും നമുക്ക് മുൻപന്തി ഉണ്ടാവുക. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം.
പിന്നെ ഒരു സൈഡായിട്ട് ആർക്ക് എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അതൊരു സൈഡായിട്ട് കൊണ്ടുപോകാന്നല്ലാതെ അതിനൊരു കോറായിട്ട് ഒരിക്കലും മാറ്റാൻ പറ്റൂല. പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി എന്ത് ചെയ്യുകയാണെങ്കിലും അതിലൊരു 100% കൊടുക്കുക. ബാക്കിയൊക്കെ അതിനനുസരിച്ചിട്ട് എത്തിക്കോളും. സഹായം ഉണ്ടാവും അല്ലേ? നല്ല എഫേർട്ട് എടുക്കുക. എഫേർട്ട് ഇടാ തന്നെ വേണം. പലപ്പോഴും ഈ വീഡിയോസൊക്കെ കാണുന്ന സമയത്തെ സോഷ്യൽ മീഡിയ ഒരുപക്ഷെ വളരെ പ്രിപ്പറേഷനോട് കൂടിയിട്ടായിരിക്കും ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു റിയാലിറ്റി ആണെന്ന് വിചാരിച്ചിട്ട് പലരും അതിൽ ഫോക്കസ്ഡ് ആണ്. അവൻ്റെ കഴിവും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും ഒരുപക്ഷെ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളോട് നിങ്ങൾക്ക് പറയാനുള്ള സജഷനാണല്ലേ അത്? പഠിക്കേണ്ട സമയത്ത് പഠിക്കണം എന്നാണ്. അങ്ങനെ പഠിക്കണം. എന്ത് കാര്യത്തിലാണെങ്കിലും ഇപ്പൊ പാട്ടാണെങ്കിലും പാട്ടിനിപ്പോ സോഷ്യൽ മീഡിയയിൽ 2 തരത്തിൽ പാടാം. ലൈവായിട്ട് പാടാം, അതേപോലെ റെക്കോർഡ് ചെയ്ത് പാടാം. ഒന്നുകൂടി സുഖമാണ് റെക്കോർഡ് ചെയ്ത് പാടുന്നത്. കാരണം സ്റ്റുഡിയോ പാടുമ്പോൾ നമുക്ക് അതിന്റെ തെറ്റുകൾ തിരുത്താം. അപ്പൊ ആളുകൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഫസ്റ്റ് പാടുമ്പോ തന്നെ ഞാനിപ്പോ ഇങ്ങനെ ഒന്നും പാടുന്നില്ലല്ലോ, അയാൾ പാടുന്ന മാതിരി പാടാൻ പറ്റണില്ല എന്നുള്ളതല്ല. കുറച്ചും കൂടെ അഡ്വാൻസ് ടെക്നോളജി ഉണ്ടായിരിക്കുന്നുള്ളൂ. മാക്സിമം ഈ കലോത്സവം അങ്ങനത്തെ ഓരോ ഇപ്പൊ ഈ പ്രൈവറ്റ് സംഘടനകളൊക്കെ നടത്തുന്നുണ്ടല്ലോ, സ്കൂളത്തെ കലോത്സവം, അതിലൊക്കെ ഫോക്കസ് ചെയ്യാം. അതാവുമ്പോൾ നമ്മളെ റിയൽ പൊട്ടൻഷ്യൽ അതിൽ കറക്റ്റ് കിട്ടും. ഇതിന്റെ ഒരു സാധ്യത പോസിബിലിറ്റീസ് എത്രത്തോളം ഉണ്ടെങ്കിൽ ഈ പാട്ടിലൂടെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ പാടുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട്? ഒരാൾ പാട്ട് പഠിച്ചൊരു പീക്ക് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഫാദിൽ ചിന്തിച്ചിട്ടുണ്ടോ ഇതിന്റെ ഒരു? ഞാൻ പീക്കിൽ എത്താത്തോണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇതിൽ എത്തിയവര് കുറെ ഉണ്ട്. പിന്നെ പാട്ട് എന്നുള്ളത് തന്നെ അതിനെ മെയിൻ ഫോക്കസ് ചെയ്യണവരുണ്ട്. അതിൽ തന്നെ നല്ല ഏണിങ്സ്, ഇപ്പോൾ ഡെയിലി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഏണിങ്സ് ഇപ്പോൾ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ കോമ്പറ്റീഷൻ ഉണ്ട്. പണ്ടത്തെ മാതിരി 2-3 ആൾക്കാരല്ല, കുറെ ആൾക്കാരുണ്ട് ഒരേ ഫീൽഡിൽ. അപ്പൊ അതിനനുസരിച്ചിട്ട് വ്യത്യസ്തതകൾ കൊണ്ടുവരേണ്ടി വരും. വെറൈറ്റീസ് അല്ലേ ഇതിലേക്ക് കൊണ്ടുവരണം. ഫാദിൽ നല്ലൊരു പാട്ടുകാരനാണ് എന്നതിൻ്റെ അപ്പുറത്ത് പിന്നെ പരിശുദ്ധ ഖുർആൻ മനപ്പാടാക്കിയിട്ടുള്ള ഒരു ഹാഫിള് കൂടിയാണ്. ഇത് പലർക്കും അറിയാൻ ചാൻസ് ഇല്ല. കാരണം ഫാദിലിൻ്റെ ഒരു മുഖം കാണുന്നത് ഒരു സിംഗറായിട്ടാണ്. അപ്പോൾ ഖുർആൻ പഠനവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇഫ്ലിന് പോകുന്നത്. എത്ര ഏജ് ആകുന്ന സമയത്താണ്? 7ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 12-13 അല്ലേ? വയസ്സനായിരിക്കും. ഓക്കെ. പിന്നെ ഇഫ്ല് ഒന്നുകൂടി സ്ട്രഗിൾ ഉള്ളതാണ്. പാട്ടിൻ്റെ അത്ര സുഖമുള്ളതല്ല. പഠിക്കുക ഞാൻ പിന്നെ ഓൾറെഡി കുറെ ആൾക്കാരെ അങ്ങനെ അന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇഫ്ലിന് പോയതാണ്. ഫാദിലിനെ ഒരുപാട് ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്തതാണ്. ഇഫ്ലിന് ഒന്നുകൂടി പാട്ടും ഇഫ്ലും കൂടി ചേരുമ്പോ ഒന്നുകൂടി അങ്ങനെ ഇപ്പൊ ഹിഫ്ള് കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യാറുണ്ടോ? ചെയ്യലുണ്ട്. ഇപ്പൊ ഞാൻ പഠിക്കണോടത്തും എന്റെ ഒപ്പം കുറച്ച് ഹാഫിളുകളുണ്ട്. മാഷാ അല്ലാഹ്. പിന്നെ വാഫിയിലും കുറെ അവിടെ ഹാഫിളുകളുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത്. ഹിഫ്ള് പഠിക്കുന്ന അതല്ലെങ്കിൽ നമ്മളൊക്കെ പല പാരൻസും ആഗ്രഹിക്കും കുട്ടികളെ ഹാഫിളാക്കണം. ചിലപ്പോൾ കുട്ടികൾക്ക് അതിനുള്ളൊരു കഴിവുണ്ടോ കാര്യങ്ങളൊന്നും മനസ്സിലാവും. അവരുടെ ഒരു അടങ്ങാത്ത ആഗ്രഹമായിരിക്കും പക്ഷെ ഹാഫിളാക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പാരൻസിനോട് ഫാദിലിന് കൊടുക്കാനുള്ള ഒരു പിന്നെ നിർദ്ദേശം എന്താണ്? ഞാനിപ്പോൾ എന്താ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടീനോട് ചോദിക്കാം. കുട്ടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഇതൊരു ചെറിയ കാര്യമല്ല. മാതാപിതാക്കൾക്ക് ആഗ്രഹം ഉണ്ട് വിചാരിച്ചിട്ട് കുട്ടീനെ ഒരിക്കലും അതിന്മേ അടിച്ചേൽപ്പിക്കരുത്. കാരണം പ്രഷർ ചെയ്യാൻ പാടില്ല. ലോങ് പ്രൊസീജിയർ ആണ്. പഠിച്ചെടുക്കണേക്കാട്ടിയും റിസ്ക് ആണ് അത് കൊണ്ട് നടക്കണേല്. അപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് തന്നെ കുട്ടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. എങ്ങനെ ഇതിന്റെ ഒരു ഹിഫ്ള് പഠനകാലം ഒന്ന് ഓർക്കാൻ പറ്റുമോ? എങ്ങനെയൊക്കെയാണ് പഠനകാലം? അതിന് അത്ര നല്ല രസം പഠിക്കേണ്ടി വരും. ഒന്നും പഠിക്കണം, പാഠോതണം. കുറച്ചുകൂടി ഇപ്പത്തെ വെച്ച് നോക്കുമ്പോ അന്ന് സ്ട്രഗിൾ ചെയ്യണോണ്ടാണ് ഇപ്പൊ നമുക്കൊന്നുകൂടി ആദ്യം ഈ ജീവിതത്തിനോട് കുറച്ചും കൂടി ആദ്യം ഇങ്ങനത്തെ സ്ട്രഗിള് അറിയണോണ്ട് ഹിഫ്ള് പഠിച്ച കുട്ടികൾക്ക് ഒന്നും കൂടി പിന്നെ ക്യാച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി. ഇപ്പോൾ ഹിഫ്ളിന് ശേഷം നീറ്റ് ക്രാക്ക് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ് ഫാദിലുള്ളത്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നത് കൊണ്ട് ആ ബുദ്ധിക്ക് കൂർമ്മത അല്ലെങ്കിൽ കൂടുതൽ ക്യാച്ച് ചെയ്യാനുള്ള എന്തെങ്കിലും പഠിച്ചവർക്ക് ഒരു അല്ലാണ്ട് ഒരു സഹായം ഉണ്ടാവും. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. നമ്മളപ്പോ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ ഇരുന്ന് പഠിക്കും. മെയിനായിട്ട് മെമ്മറി പവർ ഒന്ന് കൂടും ഇഫ്ള് പഠിക്കണോണ്ട്. എന്തായാലും ഉപകാരപ്പെടും. ഇന്നത്തെ നീറ്റ് മെയിനായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാം അല്ലേ, ആ സമയത്ത് എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളൊരു ഇതാണ് മെയിൻ. മാഷാ അല്ലാഹ്. ഒരുപാട് പാട്ടുകൾ നിങ്ങളെ പ്രേക്ഷകരൊക്കെ കേട്ടിട്ടുണ്ടാവും. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ഖുർആനിൽ നിങ്ങൾക്ക് ഏറ്റവും
പിന്നെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 ആയത്ത് ഓതി തന്നാൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള് വജഅല അൽ-ളുലുമാതി വൻ-നൂർ ثم الذين كفروا بربهم يعدلون هو الذي خلقكم من طين ثم قضى أجلا وأجل عنده ثم أنتم تمترون. മാഷാ അല്ലാഹ്. ഖുർആനെ അർത്ഥം അറിഞ്ഞിട്ട് പഠിച്ചതാണോ അതോ പഠിച്ചിട്ട്? ഖുർആൻ അർത്ഥം അറിഞ്ഞിട്ട് പഠിച്ചതല്ല, പിന്നെ പഠിക്കുന്ന സമയത്ത് ഉസ്താദ് ഇങ്ങനെ ചില ആയത്തുകളുടെ അർത്ഥം ഇങ്ങനെ പറഞ്ഞു തരും. മർക്കസിലായിരുന്നു ഞാൻ ഇഫ്ലു പഠിച്ചത്. ജാഫർ അഫി ഉസ്താദായിരുന്നു അവിടുത്തെ ഇഫ്ലു പഠിപ്പിച്ചത്. ഇപ്പൊ നിങ്ങൾ നിലനിർത്താൻ എന്താ ചെയ്യാറ്? നിലനിർത്തി എന്നും ഓതണം. കുറച്ച് എന്നും നമുക്കിപ്പോ എന്ത് തിരക്കുണ്ടെങ്കിലും അത് ഓതി ശീലിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് കൃത്യമായിട്ട് ഒരു ദിവസം ഇത്ര പിന്നെ ജുസ് അല്ലെങ്കിൽ ആയത്തുകൾ ഓതണം എന്നുള്ള പ്ലാനിലായിരിക്കും. അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെ, എല്ലാ ഫിലോൾക്കും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാവും. പിന്നെ ഒന്നാമത് ഇപ്പൊ ഈ പ്രൊഫഷണൽ വഴി തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കൊന്നും കൂടി റിസ്ക് കൂടും. അതിനുള്ള സമയം കണ്ടെത്താൻ നമ്മൾ വേറെ ഇരിക്കേണ്ടി വരും. എങ്ങനെയുണ്ട് നിങ്ങളെ ക്യാമ്പസ് ലൈഫ്, ഹിഫ്ള് കാലം, ഇതൊക്കെ എങ്ങനെയുണ്ട് ടോട്ടലി? ഇപ്പൊ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ലൈഫ് ഇതൊക്കെ പിന്നെ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഒരു സാധാരണ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് അതൊക്കെ? ക്യാച്ച് ചെയ്യുക വെച്ചാലും നമ്മളതിലുണ്ട്, പിന്നെ അതിൻ്റെ ഒപ്പം പോകേണ്ടി വരും. ചെറുപ്പത്തിൽ തന്നെ അതങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റണതൊന്നുമല്ല. പക്ഷെ നമ്മൾ പതുക്കെ അതിനായിട്ട് അഡാപ്റ്റ് ആയി വരും. ഇതൊക്കെ നിങ്ങളെ താല്പര്യപ്രകാരമാണ്? പാരന്റ്സിന്റെ ഹിഫ്ളാണെങ്കിലും നമ്മളെ താല്പര്യത്തിന് പോയതാണ്. കറക്റ്റ് നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. ഹാഫിളാവുക എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. മാഷാ അല്ലാഹ്. ഹിഫ്ള് പഠനകാലത്ത് എന്തെങ്കിലും സ്ട്രഗ്ലിങ്സ് നിങ്ങൾക്ക് ഓർത്തെടുക്കാണ്ടോ? നിങ്ങൾ എന്തെങ്കിലും അനുഭവങ്ങളോ? കാരണം വീട്ടിലൊക്കെ ഒരു പക്ഷെ നല്ല ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട് വളർന്നു. എന്റെ നാട്ടിൽ തന്നെ ആയിരുന്നത്. മർക്കസ് ഏറെക്കുറൊക്കെ എടുത്താണ്, പക്ഷെ പോലൊന്നുമില്ല. പിന്നെ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവണ വീട്ടിൽ നിൽക്കുമ്പോൾ അതേമാതിരത്തെ പ്രശ്നം തന്നെ, അല്ലാതെ വലിയ സ്ട്രഗിൾസ് ഒന്നും ഇല്ല. പിന്നെ സ്ട്രഗിൾ ഇങ്ങനെ തുടങ്ങിയ പിന്നെ നമുക്കത് സ്ട്രഗിൾ ആവില്ലല്ലോ, ശീലമായിട്ടുണ്ടാവും. ഫാദില് പിന്നെ 3 അതായത് ഹാഫിളാണ്, പിന്നെ അതുപോലെ തന്നെ ദീനീ പഠനം കൊണ്ടുനടക്കുന്നുണ്ട്, പ്രൊഫഷണലായിട്ടുള്ള പഠനത്തിനുള്ള പിന്നെ അതിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരും തലമുറക്ക് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള മക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള, കാരണം ഏകദേശം ഫീൽഡൊക്കെ നിങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വേദികൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സജഷൻ എന്താണ്? അല്ലെങ്കിൽ നിങ്ങളെ ഭാഗത്തുനിന്ന് എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു സ്റ്റുഡൻറ്റ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ആൻസർ എന്തായിരിക്കും? തന്നെ സ്റ്റുഡൻ്റ് ആകുമ്പോൾ പഠിക്കുക, മെയിൻ ഫോക്കസ് പഠനത്തിൽ തന്നെ ആവുക. വേറൊരു ഫോക്കസിക്ക് പഠിക്കണ സമയത്ത് വേറൊരു ഫോക്കസിലേക്ക് പോവാതിരിക്കുക. പിന്നെ അധ്യാപകരോടൊക്കെ നല്ല രീതിയിൽ അവിടുന്നൊക്കെ ബന്ധങ്ങൾ ഉണ്ടാക്കി വെക്കുക, നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല രീതിയിൽ പെരുമാറുക. അതൊക്കെ ആയിരിക്കും. ഇപ്പം ഞാനാണെങ്കിലും ഇപ്പോഴും എൻ്റെ പഴയ ടീച്ചേഴ്സൊക്കെ ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. ഞാൻ ഇപ്പോൾ പഠിച്ചതിലേക്ക് വെച്ചിട്ടൊക്കെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് പറയാനുള്ളത് അതാണ്. പഴയ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനായിട്ട് ഇപ്പോഴും ഒരു കണക്ഷൻ ഉള്ളത്. അപ്പൊ തന്നെ നമുക്ക് ഉയർച്ച ഉണ്ടാവും എന്ന് വിചാരിക്കണം. അതന്നെയാണ് ഒരാളെ സക്സസ്സിൽ മാതാപിതാ ഗുരു എന്നാണല്ലോ. അപ്പൊ അവരൊക്കെ കൊടുക്കേണ്ട റെസ്പെക്റ്റും അത് ഉള്ളിന്ന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നമുക്ക് ചില മക്കളുടെ ഒരു സക്സസ്സിൽ നമുക്ക് തന്നെ അത്ഭുതമായിരിക്കും. കാരണം ചെറിയ പ്രായത്തിൽ തന്നെ അവർ പിന്നെ നേടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, അപ്പം അതിൻ്റെയൊക്കെ പിറകിൽ ഇവരുടെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ഉസ്താദുമാരുമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? അല്ല, പഠിക്കുന്ന സമയത്ത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തതായിട്ടോ, അതായത് ഒരു ഗുരു, ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഏത് ടീച്ചറാണെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? അപ്പോൾ നിങ്ങളെ പാട്ട് തുടങ്ങുന്ന സമയത്ത് നിങ്ങളെ ഉപ്പയാണ് കൊണ്ടു നടന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത സമയത്ത് ഉപ്പ ഓരോ സ്റ്റേജിലും കൊണ്ടുപോയിരുത്തി അവിടെ ചിലപ്പോൾ അവസരം ചോദിക്കേണ്ടി വരും. നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. അന്ന് നല്ല സ്ട്രഗിളിങ് ഉണ്ടായിരുന്നു. ഒന്ന് എന്താ വെച്ചാൽ അന്ന് യൂട്യൂബ് തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ യൂട്യൂബ് എന്താണെന്നൊന്നും അറിയില്ല. ഫസ്റ്റ് ഞാനൊരു പാട്ട് പാടുന്നത് 15,000 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഫസ്റ്റ് പാട്ട് പാടുന്നത്. എന്ന് വെച്ചാൽ ഒന്നത് അയാൾ പറ്റിച്ചതാണ് പനം, പക്ഷെ ഞാനിത് അറിഞ്ഞിട്ടില്ല. ഇപ്പൊ പിന്നെ മകൻ ഒന്ന് പാടിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തതാണ്. ഞാൻ കുറെ കഴിഞ്ഞിട്ടാണ് അറിയേണ്ടത് അങ്ങനെ കൊടുത്തിരുന്നെന്ന്. പിന്നെ അന്ന് പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പൊ ആലേക്കും അൽഹംദുലില്ലാ അന്ന് അങ്ങനെ ഒരു ഇതുണ്ടായതുകൊണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്താണ്. പിന്നെ
എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഏണിങ്സിന്റെ കാര്യമൊക്കെ പറയല്ലോ, ഞാൻ ഏകദേശം 2-2.5 മാസം പരിപാടിക്ക് പോയിട്ട് ഫസ്റ്റ് കിട്ടുന്ന ഏണിങ്സ് ഒരു 210 അങ്ങനെ എന്തോ രൂപയാണ് ഫസ്റ്റ് ആദ്യമായിട്ട് കിട്ടുന്ന ഏണിങ്സ്. അതൊക്കെ തോന്നുന്നത് ഏതൊരു എലക്ഷൻ പാർട്ടീന്റെ പിന്നാലെ കുട്ടിയൊക്കെ ഏതൊരു സമയത്ത് മത്സരിക്കുമ്പോൾ ഒരു എലക്ഷൻ പാർട്ടിന്റെ ആണ്. അപ്പൊ അന്ന് അങ്ങനെ ചിന്തിച്ചിരുന്നില്ല ഏണിങ്സ് വേണം, പാടുന്നതിനൊക്കെ ഏണിങ്സ് വേണം എന്നുള്ളൊരു അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. ആ സമയത്ത് അങ്ങനെ ഉണ്ടാവില്ല, പാടുക സംഗതിയായിരുന്നു, അവസരം കിട്ടാന്നുള്ളത് അവസരം എന്നായിരുന്നു മെയിനായിട്ട്. അപ്പൊ തുടക്കത്തില് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. കുറെ അതും അപ്പോഴും പിന്നെ അത് കഴിഞ്ഞിട്ടും കുറെ കാലം കുറെ ആൾക്കാരെടുത്ത് പോയി ആദ്യം അങ്ങോട്ട് ക്യാഷ് കൊടുത്തിട്ടൊക്കെ തന്നെയാണ് പാടിച്ചത്. അല്ലാതെ ഫസ്റ്റ് തന്നെ അങ്ങോട്ട് വന്നിട്ട് ആ പാട്ട് വേണമെന്നുള്ള ഇല്ല. കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ കൊറോണ സമയത്താണ് പിന്നെ ഒരു വർഷം ഞാനൊരു ബ്രേക്ക് എടുത്തിരുന്നു ഫ്ലോളജി പോയ പാടെ. പിന്നുള്ള വർഷമാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പാട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ കണ്ടിന്യൂറ്റി ആണല്ലേ, കണ്ടിന്യൂറ്റി ആണ്. മിക്ക എന്താ വെച്ചാല് ഞാൻ പാട്ട് ഇഫ്ലിൽ കയറുമ്പോ പാട്ട് അവസാനിപ്പിക്കണം എന്നായിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോ പാട്ട് അതിന്റെ ഏതെങ്കിലും ഒരു നബിദിനത്തിന് ഏതെങ്കിലും ഒരു പാട്ടൊക്കെ ആയിട്ട് അത്യാവശ്യം റീച്ച് കിട്ടി. പിന്നെ നബി ഒരു മദീനാപുരി നൗഷാദ് ബാക്കി ഉസ്താദിന്റെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മഞ്ഞുമഴ, ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒക്കെ ഒരു പാട്ട് കയറിയോണ്ട്. എനിക്ക് തോന്നുന്നു ഫാദിൽ അത് കണ്ടിന്യൂ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഇപ്പൊ അങ്ങനെ റീസെന്റ് വലിയ പാട്ടൊന്നും പാടിയതായിട്ട് നിങ്ങളെ പേജിലൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അതില് അതെന്താ വെച്ചാൽ എനിക്ക് മൂക്കിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ അത് ആയതുകൊണ്ട് പാട്ട് അങ്ങനെ പാടലില്ല ഇപ്പൊ. അത് അപ്പോൾ ഹെൽത്ത് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് പാട്ട് അങ്ങനെ പാടാൻ പറ്റലില്ല. പിന്നെ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പഠനവും കാര്യങ്ങളും അതൊരു വിഷയമാണ്. നിങ്ങൾ പ്രൊഫഷണൽ അതെ അങ്ങനെ ഇറങ്ങാൻ പറ്റൂല. നമ്മളൊരു പാഷന്റെ ഇങ്ങനെ വെറുതെ പാടാന്നുള്ളതുള്ളൂ. കറക്റ്റ്. എനിക്ക് നിങ്ങൾ പറഞ്ഞിരുന്നത് നമ്മുടെ മുബഷിർ വാഫി ഉസ്താദാണ്, ഹാഫിൾ മുബഷിർ വാഫി. അപ്പോൾ ഞാൻ ചോദിച്ചു ഫാദിൽ ഇപ്പോൾ ഇങ്ങനെ നീറ്റ് ക്രാക്ക് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എങ്ങനെ നമുക്ക് അവിടേക്ക് മുപ്പരെ കിട്ടുമോ ഈ സമയത്ത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണെന്നോ എന്തോ പറഞ്ഞു എന്നോട്. അങ്ങനെയാണ് ഫസ്റ്റ് നിങ്ങളെ കണക്ട് ചെയ്യുന്നത്. അതിന്റെ മുമ്പ് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങളെ ഫോണിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് നിങ്ങൾ റീഡ് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. നിങ്ങൾ പഠനമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇതിലായിരിക്കും ഒരു പക്ഷേ. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുന്നത്. അപ്പം അന്ന് തന്നെ ഞങ്ങൾ ആ ഒരു കുറഞ്ഞ സമയത്ത് അവിടെ വന്നിട്ട് ഞങ്ങളെ ക്യാമ്പസിൽ വന്നു. ശേഷം ഞങ്ങളെ കണ്ടിട്ട് അപ്പം തന്നെ ഉസ്താദ് പറഞ്ഞ് പിന്നെ സമയം പഠിക്കാനുള്ള സമയമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതായിരുന്നു. സാധാരണ ഞങ്ങൾ ഗസ്റ്റുകളെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാറാണ് ഉണ്ടാവല്. അപ്പോൾ മെല്ലിൽ നിങ്ങളിങ്ങനെ വരാനുള്ളൊരു റീസൺ എന്തായിരുന്നു? മെല്ല് തന്നെ ഞാൻ +1 പഠിക്കുമ്പോഴാണല്ലോ അന്ന് അങ്ങോട്ട് വന്നത്. അപ്പൊ അതിനുശേഷം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കാണലുണ്ട് മെല്ലിന്റെ ഓരോ പ്രൊമോഷനും അതിന്റെ ഓരോ കാര്യങ്ങളും. പിന്നെ എനിക്ക് മെല്ലിക്ക് വരണമെന്ന് തോന്നി. നമ്മുടെ എത്തിയപ്പോഴാണ് ഇത്ര സെറ്റപ്പ് ആണ്, അതിനനുസരിച്ചുള്ള ടീച്ചേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട് എന്നൊക്കെ ഇവിടെ വന്നപ്പോഴാണ് അറിയണത്. പക്ഷെ സന്തോഷം. എങ്ങനെയുണ്ട് മെല്ലിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തല്ലോ? ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട് മൊത്തത്തില്. നമ്മള് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് സാധാ ഒരു മദ്രസ പഠനത്തിനപ്പുറം കറക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചിങ്ങും മെന്ററിങ്ങും ഉള്ളത് ഈ ഒരു സമയത്ത് അത് അത്യാവശ്യമാണ്. എന്റെ ഒരു അറിവിലില്ല ഇങ്ങനെ ഓൺലൈനായിട്ട് ഇത്രയും ക്വാളിറ്റിയിൽ വേറെ ഉണ്ടോന്നുള്ളത്. അതിങ്ങനെ തുടർന്ന് പോട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ പിന്നെ ഏകദേശം 35ഓളം കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഇപ്പം നിലവിൽ പഠിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മഞ്ചേരി എന്ന് പറയുന്ന ഈ ഒരു സെൻറ്ററിൽ വെച്ചിട്ടാണ് ഇത്രയും രാജ്യങ്ങളിലുള്ള കുട്ടികൾക്ക് നമ്മൾ ആക്സസ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നത്. അതിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ളത് പ്രൈമറി മദ്രസ 1 to 5 ക്ലാസ്സുകൾ മദ്രസ പഠനമാണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അന്ന് വീഡിയോ ചെയ്തല്ലോ, മെല്ലിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത സമയത്ത് ഫാദിലിന് അന്ന് എന്തെങ്കിലും പേടിയോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ? ഇല്ല, പേടിയില്ല. അന്ന് എന്താ വെച്ചാല് അന്ന് തീരെ സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങൾ പറയാ അങ്ങനെ പെട്ടെന്ന് ഒന്നും അറിയില്ല. അപ്പൊ മെല്ലെ എന്താന്നും മെല്ലിനെ പറ്റി ഇങ്ങനെ അങ്ങനെ അന്വേഷിക്കാൻ ഞാൻ പോയിട്ടില്ല. ഒരു ഇസ്ലാമിക് സ്കൂളാന്ന് മാത്രല്ലാതെ പിന്നെ അവിടെ നാട്ടിലൊക്കെ എത്തിയിട്ടാണ് പിന്നെ അന്വേഷിക്കുന്നത്. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ മെല്ലിനെ കുറിച്ച്? ഞാനപ്പോ ഫിർദോസ് ഖാന്റെ ഒരു വീഡിയോ അന്ന് കണ്ടിരുന്നു, അതിന് മുന്നേ കണ്ടിരുന്നു. മെല്ലിലെ ഏതെങ്കിലും പാരന്റ്സ് പിന്നെ അവരുടെ റിവ്യൂസോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു ഫാദിൽ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ മെല്ലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നോട് ചോദിച്ച് എൻക്വയറി ചെയ്തിരുന്നു എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഓരൊക്കെ അവിടെ ഉണ്ട് വിചാരിക്കാം. മെല്ലില് സാധാരണ ഒരു ഓൺലൈൻ മദ്രസ, നിങ്ങൾ ഓൺലൈൻ ആകുമ്പോൾ നിങ്ങൾക്ക് ചില എക്സ്പെക്റ്റേഷൻ ഒക്കെ ഉണ്ടാവും. മെല്ലിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സംഭവം, നമ്മുടെ ടീച്ചേഴ്സിനെ കണ്ടു, അതുപോലെ തന്നെ പിന്നെ ഫാക്കൽറ്റികളുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്തു. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് സാധാരണ നമ്മളൊക്കെ ഒരു മദ്രസ സിസ്റ്റത്തിലോ ഇതിലൊക്കെ പഠിച്ചു വന്ന ആളുകളാണ്. അപ്പോൾ എൻ്റെ ഡിഫറെൻ്റ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഡിഫറെൻ്റ് ഫീല് നിങ്ങൾക്ക് കിട്ടിയ സംഭവങ്ങൾ എന്തൊക്കെയാണ് മെല്ലിൽ? എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, പ്രൊഫഷണൽ ടച്ച് കാണുന്നുണ്ട് നമുക്ക്. അതുകൊണ്ട്
ഈ ടീച്ചേഴ്സിനായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും അവരുടെ ഒരു സ്കിൽ ബേസും അവരുടെ ഒരു സംസാര രീതിയിൽ തന്നെ ഒരു പ്രൊഫഷണൽ ടച്ച് കാണുന്നുണ്ട്. പിന്നെ ഡ്രസ്സിങ് ആയാലും സാധാരണ മദ്രസ എന്നുള്ള സംഗതി ഉസ്താദ് കുറെ പറയണ് അങ്ങനത്തെ ഒരു ഇതല്ലല്ലോ. കറക്റ്റ് ആയിട്ടുള്ള ഒരു ചിട്ടയിൽ ക്ലാസ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ അവിടെ വരുമ്പോ തന്നെ കുറെ ആൾക്കാർ ക്ലാസ്സിലാണ്, മെന്ററിങ്ങിലാണ്. സ്റ്റുഡൻസിന് അത്രയും നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്യുമെന്ന് വിചാരിക്കാം. നമ്മളെ ഏകദേശം മെല്ല് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷത്തിലേക്ക് കിടക്കണം. ഇപ്പൊ ഇതുവരെ ആയിട്ട് നമ്മൾ 2000-ൽ പരം ആളുകളെ ഇന്റർവ്യൂ ചെയ്തിട്ടാണ് 100ഓളം വരുന്ന ഉസ്താദുമാരെ നമ്മൾ പിന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയാണ് ആ പഠനത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ലാംഗ്വേജ് അതുപോലെ ടീച്ചിങ് പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇപ്പോൾ ഇത്രയും രാജ്യങ്ങളിലുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ പലർക്കും മലയാളി സ്റ്റുഡൻസ് തന്നെയാണ്, പലർക്കും മലയാളം തന്നെ സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ അവരോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അധ്യാപകരാകണം. പിന്നെ ടീച്ചിങ് പാഷനായിരിക്കണം. ഓൺലൈനിലാണ്, അപ്പോൾ കുട്ടികളെ നമ്മൾ അവിടെ പിടിച്ചിരുത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളെ ആയിരിക്കണം. അങ്ങനെയൊക്കെയുള്ളൊരു ക്വാളിറ്റി കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ഈ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഈ ഫീല് കിട്ടിയിട്ടുണ്ടാകുക. ഏതായാലും ജസാക്കല്ലാ, നിങ്ങളെ പിന്നെ ഏകദേശം നമ്മളൊരു അരമണിക്കൂറോളം ഇരുന്ന് സംസാരിക്കാനും നിങ്ങളുടെ പഠനകാലവും പിന്നെ അതുപോലെ ഒരുപാട് മെസ്സേജുകൾ നിങ്ങളെ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും. പക്ഷേ നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടാകും. നമ്മുടെ ലൈഫ് എന്താണെന്ന് അറിയാൻ നിങ്ങളൊരു പാട്ടുകാരനാണ് എന്നായിരിക്കും ഒരുപാട് ആളുകളുടെ പിന്നെ വിലയിരുത്തലുകൾ. അപ്പോൾ നിങ്ങൾ പാട്ട് പാടുന്നു, കൂട്ടത്തിൽ നിങ്ങൾ പിന്നെ പ്രൊഫഷണലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ദീനിയായിട്ട് പഠിക്കുന്നു, ഒരു ഹാഫിള് കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇപ്പോൾ മെല്ലിൽ തന്നെ ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്. ഏകദേശം 10,000-ഓളം അഡ്മിഷൻസ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റുഡൻസൊക്കെ സ്വാഭാവികമായിട്ട് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇൻസ്പയർ ആകുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിൽ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഏതായാലും ഈ ഒരു പോഡ്കാസ്റ്റിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. ജസാക്കല്ലാഹു ഖൈറൻ.